ഒന്ന് പറയടോ. അതെ, സാറിന്റെ പല്ലെടുത്തിരിക്കണം, അധികം മിണ്ടാൻ പറ്റത്തില്ല. അല്ലേലും ഇവിടെ ഒന്നും മിണ്ടാനുള്ളത് വക്കീലേ. നാളെ തന്നെ നടക്കില്ലെന്നുള്ള കാര്യം കോടതിനെ അറിയിച്ചാണ് കേട്ടോക്കില്ലേ. നല്ല പോലെ പൈസ മുടക്കി കണ്ടവന്റെ കയ്യും കാലും പിടിച്ച് 10-30 ദിവസം പേരും കൊണ്ടിട്ടാ ഞാൻ ഇവിടെ ഞെളിഞ്ഞു വന്നിരിക്കുന്നത്, അറിയാവോ? അല്ലാതെ ആരെങ്കിലും തൂങ്ങിച്ചെത്തുന്ന് കരുതി അതിന് പരിഹാരമായിട്ടേ വല്ലവനെയും കെട്ടിയെഴുന്നള്ളിച്ചോണ്ട് ഇവിടെ ഇരുത്താൻ ഞാൻ സമ്മതിക്കല. അത്രേ ഉള്ളൂ. അതെ അതെ, ഇതൊക്കെ മുളയിലെന്നുള്ളല്ലോ സാറേ. അല്ലെ വഴിയെ പോകുന്നവനൊക്കെ നാളെ കൊടിവെച്ച കാലിൽ പറക്കും. വക്കീലെ, എല്ലാ കാര്യത്തിനും തീരുമാനമായി. അപ്പൊ നാളെ തന്നെ കോടതിയിൽ ഈ പരിപാടി നടക്കില്ലെന്നുള്ള കാര്യം അറിയിച്ചാലേ. ഇതന്നെയാണോ വീട്? മുന്നണി യോഗം ആരംഭിച്ചിരിക്കുകയാണ്. കേരളം ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ആ തീരുമാനം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അറിയാൻ കഴിയും. ആ തീരുമാനം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. ഗതാഗത മന്ത്രിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തീരുമാനമാണോ ഉണ്ടാവുക, അതോ കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തീരുമാനമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം. എന്താ സാർ? ഏയ് ഒന്നുമില്ല, നിങ്ങളൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ, അപ്പൊ ഒന്ന് പരിചയപ്പെട്ടിരിക്കാന്ന് വിചാരിച്ചു. സാറേ, വിനു നിന്നെ പറ്റിയൊക്കെ നന്നായിട്ട് അന്വേഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഐഡിയ എടുത്തോ. നിമിഷ സാർ, എന്റെ പേഴ്സണൽ കാര്യം, എന്റെ പേഴ്സണൽ കാര്യമാണത്. എന്റെ ഫോൺ ഇതൊന്നും സാർ ഇടേണ്ട ആവശ്യമില്ല. എന്താ കാര്യം നിങ്ങൾ എന്തീ കാണിക്കുന്നേ? അതേടാ, പേഴ്സണൽ കാര്യം മാത്രം നോക്കിയാ മതി, വല്ലാണ്ടങ്ങ് തിളക്കല്ലേ. നീയൊക്കെ സാധാരണക്കാരനാ, അപ്പൊ സാധാരണക്കാരന്റെ പണി മാത്രം ചെയ്താൽ മതി. മര്യാദയ്ക്കുള്ള ജോലിക്ക് പോവുക, കുടുംബം നോക്കുക, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാനേ ഇവിടെ വേറെ ആൾക്കാരുണ്ട്, കേട്ടോ? മൂന്ന് ചെറുപ്പക്കാർ എബി മാത്യു, ബിനു ജനാർദ്ദനൻ, പോൾ വർഗീസ് എന്നിവരെ ക്യാബിനറ്റ് പദവികളോടുകൂടി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തലപ്പത്തേക്ക്. ഇനി മുതൽ ഇവർ സാധാരണക്കാരന്റെ ശബ്ദമായി സർക്കാരിന്റെ ഭാഗമാകുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളിലേക്ക്. ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ കോടതിയുടെ ശുപാർശ അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. സാർ, ഇത് ക്യാബിനറ്റ് കൂട്ടായ തീരുമാനമാണോ? എല്ലാ നല്ല കാര്യങ്ങൾക്കും ചില എതിർപ്പുകൾ ഉണ്ടാകുമല്ലോ. സർക്കാർ ഈ 3 പേരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ദിവസേന 9 കോടിയിലേക്ക് എത്തിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. നന്ദി, നമസ്കാരം. സുപ്രധാനമായ ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീകാന്ത് പണിക്കരുടെ ജൂനിയേഴ്സായ എബി മാത്യു, ബിനു ജനാർദ്ദനൻ, പോൾ വർഗീസ് എന്നിവരെ സ്പെഷ്യൽ പോസ്റ്റ് നൽകി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ചുമതലക്കാരായി നിയമിച്ചിരിക്കുന്നു. കോടതിയുടെ നിർദ്ദേശം അതേപടി മുന്നണി യോഗം അംഗീകരിക്കുകയായിരുന്നു. എങ്ങനെയായിരിക്കും ഇവരുടെ ചുമതലകൾ എന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ക്യാബിനറ്റ് പദവിയോടുകൂടിയായിരിക്കും ഇവർ തലസ്ഥാനത്തേക്ക് എത്തുക. അവിടെ